എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇഷിത മഹേഷിനെ വിളിക്കുന്നുണ്ട്. മഹേഷ് അത് കട്ട് ചെയ്യുമ്പം സുചിത്ര ചോദിക്കും, എന്തേ ഫോൺ എടുത്തില്ലെന്ന് ചോദിക്കുമ്പോൾ ബിസി ആണെന്നോ തോന്നി എടുത്തില്ല എന്ന് പറയും. എന്നിട്ട് പറയും, ഞാനിപ്പോൾ വിളിക്കണോ, ഞാൻ ഓഫീസിൽ ചെന്നിട്ട് വിളിച്ചോളാം എന്ന് പറയുമ്പോഴേക്കും പ്രിയമണി സമ്മതിക്കില്ല കേട്ടോ, നീ ഇവിടെ വെച്ച് തന്നെ വിളിക്കണമെന്ന് പറയുന്നു. അപ്പം സുചിത്രയെ നിർബന്ധിക്കുന്നുണ്ട്. അപ്പം മാഷ് പറയും, നിങ്ങൾ തമ്മിൽ നല്ല ബോണ്ടാന്നൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് മോളൊന്ന് വിളിക്കും ഞങ്ങളുടെ അടുത്തിരുന്ന് എന്ന് പറയും. വേറെ നിവൃത്തിയില്ലാണ്ട് ഇഷിത പിന്നെയും വിളിക്കുവാണ്. അന്നേരം മഹേഷിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മഹേഷ് ഫോൺ എടുത്തിട്ട്, എന്താ എന്നെ എന്തിനിങ്ങനെ ശല്യം ചെയ്യുന്നത് എന്ന് ചോദിക്കും. അദ്ദേഹം ഇവിടുന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഇഷിത സംസാരിക്കുന്നത്. ഞാൻ ഇഷിതയാണ് എന്ന് പറയുമ്പോൾ, അതെനിക്ക് മനസ്സിലായി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ലേ, അവരോട് പറഞ്ഞാൽ പോരെ, എന്നെ ഇങ്ങനെ ശല്യം ചെയ്യണോ എന്ന് ചോദിക്കും. അന്നേരം ഇഷിത, അയ്യോ ഞാനൊരു സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന് പറയുമ്പം, ഓഹോ നീ വീട് വിട്ട് പോവാണോ, അത് പറയാൻ വേണ്ടിയാണോ വിളിച്ചത് എന്ന് ചോദിക്കും. അന്നേരം അതൊന്നും അല്ല, വേറൊരു കാര്യമാണ്, ഇന്ന് എൻ്റെ വീട്ടിൽ വെച്ച് വിരുന്നുണ്ട് എന്ന് പറയുമ്പോൾ, നിൻ്റെ വീട്ടുകാർക്ക് വേറെ പണിയൊന്നുമില്ലേ, എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല എന്ന് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ, പിന്നെ എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിക്കുവാണ്. അന്നേരം ഇഷിത, അയ്യോ ഫോണിൽ റൊമാൻസ് ഒന്നും വേണ്ട കേട്ടോ, പിന്നെ മതി എന്നൊക്കെ ഇങ്ങനെ ഇവരെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഇഷിത സംസാരിക്കുന്നത്. അത് കേൾക്കുന്നേക്കും പ്രിയാമണിക്ക് അങ്ങ് നാണം വരുവാണ്. അന്നേരം മഹേഷിനൊരു സംശയം, ഈ പറയുന്നതിന് കറക്റ്റായ മറുപടി അല്ലല്ലോ ഇഷിത പറയുന്നത്. അന്നേരം മഹേഷ് ചോദിക്കും, ഇഷിത അറിയോ ഒക്കെ, തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, താൻ എന്തെങ്കിലും പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം ഇഷിത പറയുന്നുണ്ട്, ആഹാ വൈകിട്ട് നേരത്തെ വരാമെന്നോ, കുഴപ്പമില്ല, അങ്ങനെ നേരത്തെ വരുമെങ്കിലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചോളാം എന്നൊക്കെ പറയുവാണ്. അന്നേരം മഹേഷിൻ്റെ കാര്യം പിടികിട്ടുന്നില്ല. അപ്പം മഹേഷ്, ഇങ്ങനൊരു ശല്യം ഇതിന് പറഞ്ഞാലും മനസ്സിലാവില്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ അങ്ങ് വെക്കുവാണ്. ഫോൺ വെച്ച് കഴിഞ്ഞും ഇഷിത ഇവിടെ സംസാരിക്കുക കേട്ടോ. അച്ഛനെയും അമ്മയും അന്വേഷിച്ചെന്ന് പറയണമെന്നോ, പറയാം കേട്ടോ എന്ന് പറയുമ്പോഴേക്കും, എന്നെ അന്വേഷിച്ചില്ലേ എന്ന് ചോദിക്കും സുചിത്ര. അന്നേരം സുചിത്രയെ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കണമെന്നോ, പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒന്ന് സന്തോഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് ഫോൺ വെക്കുവാണ് ഇഷിത. എന്നിട്ട് പറയും, ഏതായാലും മഹേഷ് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനി ഓഫീസിലോട്ട് പൊക്കോട്ടെ എന്ന് ചോദിക്കും. പൊക്കോളാൻ പറയും. ഇഷിത അവിടെ നിന്ന് പോരുക. പിന്നീട് നമ്മുടെ വിനോദിനെ കാണിക്കുന്നു. വിനോദ് സുചിത്ര വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് ഓരോ ഫോൺ കോളുകളൊക്കെ വരുന്നുണ്ട്. പാർട്ടിയിൽ ഓരോരുത്തർ ഓരോ തെറ്റുകൾ ചെയ്യുന്നതിന് വേണ്ടി രക്ഷിക്കാനും വക്കീലിനെ ഏർപ്പാടാക്കാനും ഒക്കെ ഫോൺ വിളിക്കുന്നത് വിനോദിനെയാണ്. അപ്പോൾ വിനോദ് പറയും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി പിടിക്കുകയില്ല കേട്ടോ, അതിനുവേണ്ടി പാർട്ടി നിങ്ങളുടെ പുറകെ നടക്കുകയില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരെ വഴക്ക് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള സംസാരമൊക്കെ നടക്കുന്നതിനിടയ്ക്ക് സുചിത്ര അങ്ങോട്ട് വരും. എന്നിട്ട്, താമസിച്ചു പോയില്ലേ ഞാനിത്തിരി, ഇന്ന് വീട്ടിൽ ഇഷിതേച്ചിയുടെ ഒരു പാർട്ടി ഉണ്ട്, അതിനിടയ്ക്കാണ് ഞാൻ ചാടിയത് എന്ന് പറയും. അന്നേരം, ഇഷിതേച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ ഏട്ടത്തിയല്ലേ എന്ന് ചോദിക്കും. അന്നേരം സുചിത്ര, അത് ഏട്ടത്തിയാണ് എന്ന് നീ അങ്ങ് തീരുമാനിച്ചോ, അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പം, നീയുമായിട്ടുള്ള ബന്ധം നടന്നില്ലെങ്കിൽ പോലും ഏട്ടത്തി എന്നുള്ള സ്ഥാനം ഞാൻ ഉറപ്പിച്ചതാണെന്ന് പറയുമ്പം, അതെങ്ങനെയാണ് എന്ന് ചോദിക്കും. അന്നേരം അതൊക്കെ ഒരു സസ്പെൻസ് ആണ് എന്നിങ്ങനെ പറയുമോ കേട്ടോ വിനോദ്. അന്നേരം സുചിത്ര പറയുന്നുണ്ട്, ഞാൻ ആ കല്യാണ സമയത്ത് നിന്നെ കുറേ അന്വേഷിച്ചായിരുന്നു, മഹേഷ് ഏട്ടനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയായിരുന്നു. മഹേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഇഷിതേച്ചിയെ കല്യാണം കഴിച്ച ആൾ, ആ ആളോട് സമ്മതിക്കണം ഇനി നമ്മുടെ വിവാഹത്തിന് എന്ന് പറയും. അന്നേരം വിനോദ് പറയും, അപ്പോൾ വിവാഹം നടക്കില്ല എന്ന കാര്യം ഉറപ്പായല്ലേ എന്ന് ചോദിക്കും. അന്നേരം അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം വിനോദ് പറയുവാണ്, മാപ്പില്ലാത്ത തെറ്റുകളും പൊറുക്കാനാവാത്ത പല സംഭവങ്ങളും ഉണ്ട്, അത് ചിലരുടെ കാര്യത്തിൽ ആർക്കും മറക്കാൻ പറ്റില്ല എന്ന് പറയും. അന്നേരം അതെന്താടാ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കാര്യം ഓർത്തതാണ് എന്ന് പറഞ്ഞിട്ട് ആ കഥ പറയുവാണ്. ശരിക്കും അത് വിനോദിൻ്റെ കഥ തന്നെയാണ്. വീട്ടിൽ അച്ഛന് ഒരു ആക്സിഡൻറ്റ് പറ്റി തളർന്നു പോയി. വീടിൻ്റെ ഭാരം മൊത്തം ഏട്ടൻ ഏറ്റെടുത്തു. എന്നിട്ടും ഏട്ടൻ അനിയനെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടി വിട്ടിരുന്നു. വീട്ടിൽ നിന്ന് പോയി വരാവുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും അനിയനെ ഹോസ്റ്റലിൽ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചു. ഏട്ടൻ പട്ടിണി കിടക്കുമ്പോഴും അനിയൻ്റെ കാര്യമെല്ലാം നല്ല രീതിയിൽ നടന്നു. എന്നിട്ടും അനിയൻ പഠിക്കാതെ സമ്പത്തുള്ള കൂട്ടുകാരുടെ കൂടി അവൻ നശിച്ചു, ലഹരിക്ക് അടിമപ്പെട്ടു. ഒരു ദിവസം ബോധമില്ലാതെ അനിയനും കൂട്ടുകാരും ഈ ഏട്ടനെ ഒരു ദിവസം എടുത്തിട്ട് ചതച്ചു, ഇടിച്ച് അവശനാക്കി എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ അടുത്ത് അവൻ എന്നോട് പറഞ്ഞത് അവനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന്, ഇപ്പം ഏട്ടനുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ല എന്ന് പറയും. അന്നേരം സുചിത്ര പറയുവാണ്, ആ പെണ്ണിനെ തലയ്ക്ക് ഭ്രാന്തായിട്ടാ, അല്ലെങ്കിൽ ഇതുപോലെ ഒരുത്തിനെ സ്നേഹിക്കാൻ പോവോ, സ്വന്തം ജീവിതം നശിപ്പിക്കാൻ വേണ്ടി അവളിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയും കേട്ടോ. അന്നേരം വിനോദിന് അത് കേൾക്കുമ്പോൾ ഒരു ചെറിയ വിഷമം. എന്നിട്ട് പറയും, അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത് ചെറിയൊരു റൊമാൻസൊക്കെ ആസ്വദിക്കാം എന്ന് കരുതിയാണ്, പക്ഷേ നീ ആ മൂഡ് കളഞ്ഞു എന്ന് പറയും. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളും നീ ഒന്ന് മനസ്സിലാക്കിയിരിക്കട്ടെ എന്നോർത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇനി വേണേ ആ റൊമാൻസൊക്കെ കാണിക്കാം എന്ന് പറയുവാണ്. അന്നത്തേക്കും വിനോദിനൊരു ഫോൺ കോൾ വരുന്നു. മിനിസ്റ്റർ അടുത്തോട്ട് ചെല്ലാൻ പറയുന്നു. അന്നേരം സുചിത്ര ചോദിക്കുവാണ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൂടിക്കാഴ്ച ഇത്രയും സമയമുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, ഇനിയും കാണാമല്ലോ എന്ന് പറഞ്ഞിട്ട് വിനോദ് പോകുന്നു. ഏതായാലും സുചിത്രയെ അവിടുന്ന് തിരിച്ചു പോരുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷിത ഹോസ്പിറ്റലിലോട്ട് എത്തുവാണ്. ഹോസ്പിറ്റലിലെത്തി ലാപ്പിൽ കുറേ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഗൈനക്കിൻ്റെ ഒരു ഡോക്ടർ വരും. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, നമ്മുടെ ഇവിടെ കുറേ
ഫ്രീ ആയിട്ടുള്ള ഡെലിവറിയൊക്കെ നടത്തിയായിരുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ പോലും അതിൽ ചിലർ വന്നിറങ്ങിയത് ലക്ഷറി കാറുകളിലാണ് എന്നൊരു റിപ്പോർട്ട് കിട്ടി എന്ന് പറയും. അന്നേരം ഇഷിത പറയുന്നുണ്ട്, അങ്ങനെ നടക്കുന്നുണ്ട് എങ്കിൽ അതിനെപ്പറ്റി നമുക്കൊന്ന് അന്വേഷിക്കണമല്ലോ, ഇതിനുവേണ്ടി നമുക്കൊരു ചെറിയ കമ്മിറ്റി വയ്ക്കാം. ഏതായാലും നല്ലൊരു ഇൻഫർമേഷനാണ് ഡോക്ടർ തന്നത് എന്നും പറയുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഡോക്ടർ സ്റ്റീഫൻ അങ്ങോട്ട് വരും. എന്നിട്ട് പറയുന്നുണ്ട്, അത്ര സന്തോഷകരമായ ഒരു കാര്യം പറയാനല്ല ഞാൻ വന്നതെന്ന് പറയുമ്പോൾ എന്താ എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, ആരതിയുടെ ബ്ലഡ് പരിശോധിച്ചു, അതിൽ ലെഡിൻ്റെ അംശമുണ്ട്. ഇൻഫോർമർ പറഞ്ഞപ്പം ഞാനത് വിശ്വസിച്ചില്ല. പക്ഷേ നമ്മുടെ ഹോസ്പിറ്റലിനെ തകർക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആരോ ഇവിടെ ഉണ്ട് എന്ന് പറയും. അന്നേരം ഇഷിതയ്ക്കും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇഷിത പറയും, എത്രയും പെട്ടെന്ന് ആരതിയുടെ ബ്ലഡിൽ നിന്ന് ആ പോയിസൺ നീക്കാനുള്ള നടപടികൾ തുടങ്ങണം. അതുമാത്രമല്ല, ഇനി നമ്മൾ അങ്ങോട്ട് നന്നായിട്ട് സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് പറയും. ഡോക്ടർ അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഇഷിത CCTV വിങ്ങി വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആരതിയുടെ കോറിഡോറിലേക്കുള്ള CCTVയും അതുപോലെ റൂമിലെ CCTVയുടെയും ദൃശ്യങ്ങൾ വേണം ആരതി അഡ്മിറ്റ് ആയ ദിവസം തൊട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഇഷിതയുടെ വീട്ടിലോട്ട് വിരുന്നിന് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. സ്വപ്നവല്ലിക്ക് തീരെ താല്പര്യമില്ല. അന്നേരെ ചിപ്പിമോള് പറയുന്നുണ്ട്, അവിടെ ചെന്നിട്ട് നല്ല രീതിയിൽ സംസാരിക്കണം, ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഡയലോഗൊന്നും പറയില്ലെന്ന്. അന്നേരം സ്വപ്നവല്ലി പറയും, കണ്ടോ മോളെ പോലും പറഞ്ഞ് തിരുത്തി വെച്ചേക്കും അവൾ എന്ന് പറയുമ്പം എൻ്റെ അമ്മയെപ്പറ്റി ആരും കുറ്റം പറയരുത് എന്നും പറയുന്നുണ്ട്. അന്നേരം രാമനും പറയുന്നുണ്ട്, നീ അവിടെ ചെന്നിട്ട് സ്വപ്നവല്ലിയുടെ തലയിൽ കയറാനൊന്നും പോയേക്കരുതെന്ന് പറയുമ്പം അത് എന്നോടല്ല അവളോട് പോയി പറഞ്ഞാൽ മതി രാമൻ എന്ന് പറയും. ഇങ്ങനെ അലമ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ഇഷിത വരും. അന്നേരം ഇഷിതയോട് നീ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പം ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, അമ്മയൊന്ന് സഹായിക്കുമായിരുന്നു എന്ന് പറയുമ്പം അപ്പോൾ ഇത് നിൻ്റെ വീടല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ എല്ലാ കാര്യത്തിനും സ്വപ്നവല്ലി അങ്ങോട്ട് വഴക്കിന് ചെല്ലുവാട്ടോ. സപ്പോർട്ടായിട്ട് മഞ്ജിമയുണ്ട്. അന്നേരം രാമൻ പറയുന്നുണ്ട്, നീ നന്നാവണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, ഇവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറയും. അന്നേക്കും മഞ്ജിമ, അല്ലെങ്കിലും എന്നെ ആർക്കും ഇഷ്ടമല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും മോളെ ഈ സെൻറ്റിമെൻറ്റ്സൊക്കെ ഞാൻ ഒരുപാട് കേട്ടതാണ്, അതുകൊണ്ട് അതിങ്ങോട്ട് എടുക്കണ്ട കേട്ടോ എന്ന് പറയും. ഏതായാലും സ്വപ്നവല്ലിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇഷിതയും പറയാൻ ശ്രമിക്കുന്നുണ്ട്, എവിടെ നടക്കൂല. അന്നേരം ഇഷിത ഇതുവരെ മഹേഷ് വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അവൻ എന്തിനാ വന്നെ, അവിടെ സ്റ്റാർ ഹോട്ടലിലെ ഫുഡൊന്നും അല്ലല്ലോ, വെറും പച്ചക്കറിയല്ലേ എന്ന് ചോദിച്ചാൽ അതിനും സ്വപ്നവല്ലി വഴക്കിന് ചെല്ലുന്നുണ്ട്. ഈ സമയം മഹേഷ് ആണെങ്കിൽ ആകെ ടെൻഷനിൽ ഓഫീസിൽ തിരക്കിട്ട പണികളാണ്. അന്നേരം വിവേക് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അന്നേ ദിവസം വൈകിട്ട് തന്നെ ഒരു മീറ്റിംഗ് ഉണ്ട് ഹോട്ടലിൽ വെച്ച്. ഒരുപാട് ഒഫീഷ്യൽസും ഇൻവെസ്റ്റേഴ്സും ഒക്കെ വരുന്നതാണ്, അതുകൊണ്ട് നീ തന്നെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ മഹേഷ് നിവൃത്തിയില്ലാതെ സമ്മതിക്കുന്നുണ്ട്. അന്നേരമാണ് രാമൻ വിളിച്ചിട്ട് നീ എന്താ ഇതുവരെ പുറപ്പെട്ടില്ലേ, ഇഷിതയുടെ വീട്ടിൽ വിരുന്നുള്ള കാര്യം നീ മറന്നുപോയോ എന്ന് ചോദിക്കുമ്പം അച്ഛാ എനിക്ക് കളയാൻ സമയമില്ല, എനിക്കിവിടെ ഒരുപാട് തിരക്കുണ്ടെന്ന് പറയുമ്പം ഇടയ്ക്കൊക്കെ കുടുംബവും കൂടി നോക്കണം, അല്ലെങ്കിൽ കുടുംബം കൈവിട്ട് പോകും ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എന്ന് പറഞ്ഞ് ശാസിക്കുന്നുണ്ട്. എന്നിട്ട് വേറെ ഒന്നും പറയണ്ട, നീ അങ്ങോട്ട് വന്നേക്കണം എന്ന് പറഞ്ഞിട്ട് രാമൻ ഫോം വയ്ക്കുക. അന്നേരം മഹേഷിനാകെ ഒരു വിഷമമാട്ടോ, എന്നുവെച്ചാൽ ഇവിടെ തിരക്കുകളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഫോം വെച്ചതിന് ശേഷം രാമൻ പറയുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം, മഹേഷ് വന്നേക്കും എന്ന് പറയും. ഇത്തിരി നേരത്തെ പോയാൽ എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞിരിക്കാമല്ലോ എന്ന് പറയുന്നെങ്കിൽ സ്വപ്നവല്ലി ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കാൻ അത് പാർക്കാണോ എന്ന് ചോദിച്ച് പിന്നെ അലമ്പിന് വന്നുണ്ട്. പക്ഷേ രാമൻ ദേഷ്യപ്പെടുമ്പം ഒതുങ്ങി വേറെ നിവൃത്തിയില്ലാണ്ട് പോവാണ്. വാ അമ്മയെന്ന് പറഞ്ഞാൽ ഇഷിതയും സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ സമയം പ്രിയാമണി അവിടെ പറയുന്നുണ്ട്, സ്വപ്നവല്ലിയാണ് ഇങ്ങോട്ട് വരുന്നത്, എന്തൊക്കെ നന്നായാലും അതിനൊക്കെ കുറ്റം പറയും, എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞാട്ടോ ഇവർ നിൽക്കുന്നത്. ഈ സമയം അവർ കയറി വന്നിരുന്ന് കഴിയുമ്പോഴേക്കും അന്നേരം സ്വപ്നവല്ലിക്ക് ആകെ ദേഷ്യമാണ്. എന്നുവെച്ചാൽ തഞ്ചാവൂരിലെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ നടത്തിയില്ല, മൊത്തം ഇവിടെ ഇഷിതയുടെ വീട്ടുകാരുടെ ഇഷ്ടത്തിനാണ് ചടങ്ങുകൾ നടത്തിയത് എന്നുള്ളതിൻ്റെ പരാതിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ട്. സ്വപ്നവല്ലിക്ക് ഇടയ്ക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നത് മഞ്ജിമയാണ്. കുറേയൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചും രാമൻ അവിടെ ഇരിക്കുക, നീ അങ്ങനെ പ്രതികരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞും ഒക്കെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഒരു കാര്യം പറയുമ്പം ഇനിയിപ്പം ചടങ്ങുകളൊക്കെ എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ, ഉള്ളതുപോലെയൊക്കെ നമുക്ക് ചെയ്യാം എന്നിങ്ങനെ പ്രിയാമണി പറയുമ്പം സ്വപ്നവല്ലി ചോദിക്കുന്നുണ്ട്, അതെന്താ മൂത്ത മോൾ ഒളിച്ചോടി പോയതാണോ, അന്നേരം ചടങ്ങൊന്നും നടത്തിയില്ലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ഇഷിത, അമ്മ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ നീ മിണ്ടരുത്, ഇത്രയും നേരം നിൻ്റെ അമ്മ എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നപ്പം നീ ഇടപെട്ടില്ലല്ലോ, അപ്പം നിൻ്റെ അമ്മയ്ക്ക് നീ സൈഡ് പിടിക്കണ്ട എന്ന് പറയും. അന്നേരം അല്ല അമ്മമാർ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെടണ്ടെന്ന് ഓർത്താണ് ഞാൻ ഒന്നും പറയാതിരുന്നത് എന്ന് പറയുമ്പം മഞ്ജിമ ചോദിക്കും, അപ്പോൾ പിന്നെ ഇതിനെ നീ ഇപ്പോൾ ഇടപെട്ടത് എന്ന് ചോദിക്കും. അന്നേരം ദേഷ്യം വന്ന് നിൽക്കുന്ന ഇഷിതയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.